കേണിച്ചിറയിലെ കടുവ കൂട്ടിലായിരിക്കുന്നു. താഴെ കിഴക്കിൽ സാബുവിന്റെ വീട്ടുപറമ്പിൽ വെച്ചാണ് കടുവ കുടുങ്ങിയത്. അല്പം മുമ്പ് നമ്മൾ ആ കടുവയുടെ ദൃശ്യങ്ങൾ മാളിയേക്കൽ എന്ന വീട്ടിലെ അവിടുത്തെ തൊഴുത്തിൽ, ബെന്നിയുടെ വീട്ടിലെ തൊഴുത്തിലെത്തിയ ദൃശ്യങ്ങൾ അല്പം മുമ്പ് ഈ കാണുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഏതായാലും ആ കടുവ കൂട്ടിലായി എന്ന ആശ്വാസകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. കേണിച്ചിറക്കാർ ഭീതിയിലായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ആ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം, കടുവയുടെ ആക്രമണങ്ങളുണ്ടായിരുന്നു. സുജിത്ത്, ഏതായാലും ആശ്വാസകരമായ വാർത്ത ഈ രാത്രി വരുന്നു, ഭീതിതമായ ദൃശ്യങ്ങൾക്ക് പിന്നാലെ അല്ലേ? തീർച്ചയായും എന്തായാലും ഈ കടുവ കൂട്ടിൽ വീണിരിക്കുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുന്നു. കാരണം അല്പസമയം മുമ്പാണ് ഇത് മാളിയേക്കൽ ബെന്നിയുടെ വീടിന്റെ സമീപത്ത് തൊഴുത്തിലെത്തിയത്. അതിഭീതിതമായ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇതിന്റെ പിന്നാലെയാണ് ആശ്വാസ വാർത്ത എത്തുന്നത്. താഴെ, അതായത് ഇദ്ദേഹത്തിന്റെ വീടിന്റെ താഴെയുള്ള ഈ സാബു എന്ന് പറയുന്ന മറ്റൊരാളുടെ പശുവിനെ കൂടി കടുവ പിടിച്ചിരുന്നു. ആ കൂട്ടിൽ, അവിടെ വെച്ച കൂട്ടിലാണ്, അതായത് ഇന്നലെയാണ് കൂട് സ്ഥാപിച്ചത്. ആ കൂട്ടിലാണ് ഇപ്പോൾ കടുവ കുടുങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇത് അവശ്യ നിലയിലായിരുന്നു ഈ കടുവ എന്നുള്ളത് വ്യക്തമായിരുന്നു. കാരണം അത്രമാത്രം അതിന് യാത്ര ചെയ്യാനൊന്നും നടക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള പോലെ ആണ് ദൃശ്യത്തിൽ നിന്ന് വ്യക്തമായത്. സ്വാഭാവികമായ അവശ്യ നിലയിലായിരുന്നു എന്ന് കരുതുന്നത്. കൃത്യമായ രീതിയിൽ പരിശോധന നടത്തുകയാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. കടുവ വലിയ അളവിലാണ് ഭീതി പരത്തിയിരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഈ കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. അതായത് എടക്കാട് എന്ന് പറയുന്ന കേണിച്ചിറ ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. ഒരു ഭാഗത്ത് വനമേഖലയാണ്. അതിന്റെ തൊട്ടടുത്താണ് ആദ്യമായി, അതായത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ആദ്യമായി ഈ കടുവ ആക്രമിച്ചത്. അതായത് ഒരു പശുവിനെയാണ് ആദ്യം ആക്രമിച്ചു കൊല്ലുന്നത്. അത് വർഗീസ് എന്ന് പേരുള്ള ആളുടെ വീട്ടിലെ പശുവിനെയാണ് കടുവ ആക്രമിച്ച് കൊല്ലുന്നത്. അദ്ദേഹം അതിനെ തീറ്റാനായി വിട്ടതായിരുന്നു. അവിടെ ആക്രമണം നടന്നു. അതിനുശേഷം 2 ദിവസം അതിനുശേഷം കൂട് വെച്ചു. ക്യാമറ ട്രാപ്പുകൾ ആദ്യം സ്ഥാപിച്ചു, പിന്നീട് കൂട് സ്ഥാപിച്ചു. പക്ഷേ കടുവ കുടുങ്ങിയില്ല. ഇന്നലെ രാത്രി വീണ്ടും കടുവ എത്തി. സാബുവിന്റെ വീട്ടിലാണ് എത്തിയത്. സാബുവിന്റെ തൊഴുത്തിലെ ഒരു പശുവിനെ കൊന്നു. അവിടെ ഉടൻ തന്നെ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. പിന്നീട് പുലർച്ചെയാണ്, ഇന്ന് പുലർച്ചെ 3:45 കൂടിയാണ് അതിന്റെ ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രം അകലെയുള്ള മാളിയേക്കൽ ബെന്നിയുടെ വീട്ടിലെത്തുന്നത്. ബെന്നിയുടെ വീട്ടിലെത്തിയ ശേഷം തൊഴുത്തിലുണ്ടായിരുന്ന 2 പശുക്കളെ കൊന്നു, ആട്ടിൻകൂടിനടിച്ചു. അതിനുശേഷം ഇന്ന് രാവിലെ പ്രതിഷേധമുണ്ടായി. മയക്കുവെടി വെക്കാനുള്ള ശ്രമം എല്ലാം ആരംഭിച്ചതാണ്. പക്ഷേ കനത്ത മഴ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിന്റെ പിന്നാലെയാണ് ഇന്ന് രാത്രിയിൽ കടുവ വീണ്ടും ഈ ബെന്നിയുടെ വീട്ടിന്റെ പരിസരത്ത് എത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന്റെ പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അവിടേക്ക് എത്തിയിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ സാബുവിന്റെ വീട്ടിൽ വെച്ച ആ പറമ്പിൽ വെച്ച ആ കെണിയിൽ കടുവ വീണിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. എന്തായാലും വലിയ ആശ്വാസമാണ് ആളുകളെ സംബന്ധിച്ച് സ്വാഭാവികമായും ഉണ്ടാവുക. ആ പ്രദേശത്ത് വലിയ തരത്തിലുള്ള ഭീതി പരത്തിയിരുന്ന കടുവയാണിത്. അത് അവിടുത്തെ ജീവിതത്തെ മൊത്തം ബാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയതാണ്. പ്രത്യേകിച്ച് ആളുകളെല്ലാം തന്നെ പുറത്തിറങ്ങാൻ ഭയപ്പെടുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ മാറിയതാണ്. അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ആശ്വാസത്തിന്റെ വാർത്ത വരുന്നത്. ആ കടുവ, അതായത് തോൽപ്പെട്ടി 17 എന്ന് പേരുള്ള ആ കടുവ കൂട്ടിലായിരിക്കുന്നു. കാരണം അത്രമാത്രം വലിയ പ്രതിസന്ധി അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ വലിയ ഒരു പരിധി വരെ ആശ്വാസം കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കടുവ കൂട്ടിലായിരിക്കുന്നു. സാബുവിന്റെ വീട്ടിൽ വെച്ച കൂട്ടിലാണ്. ഇതിന്റെ ഒരു പ്രാഥമികമായ പരിശോധനയ്ക്കൊക്കെ ശേഷം നേരെ ഏതെങ്കിലും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് വിശദമായ പരിശോധനയ്ക്കും നിരീക്ഷണത്തിനുമായി മാറ്റാനല്ലേ സാധ്യത? തീർച്ചയായും സ്വാഭാവികമായി ഇവിടെ നിന്ന് മാറ്റുക. കുപ്പാടിയിലെ മൃഗപരിചരണ കേന്ദ്രമുണ്ട് വനംവകുപ്പിന്റെ കീഴിൽ. ആ കുപ്പാടിയിലെ കേന്ദ്രത്തിലേക്കാകും മിക്കവാറും ഇതിനെ മാറ്റാനുള്ള സാധ്യത. അവശ്യ നിലയിൽ തന്നെയാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അതിനെ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ അതിന് ധാരാളം പരിക്ക് ഉൾപ്പെടെയുള്ള രീതിയിലാണ് കാണുന്നത്. ഒരുപക്ഷെ ഈ വനമേഖലയിൽ ഈ ടെറിട്ടറി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും കടുവയുമായി ഏറ്റുമുട്ടി ഒടുവിൽ അവിടെ നിന്നും പുറന്തള്ളപ്പെട്ട കടുവയാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസുഖബാധിതനായിട്ടുള്ള കടുവയാകാം. അതാകാം ഇത്തരത്തിൽ ഈ കടുവ ഈ ജനവാസ മേഖലയിലേക്ക് തുടർച്ചയായി ഇറങ്ങാനുള്ള ഒരു സാഹചര്യം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ കടുവ ഒടുവിൽ ഇപ്പോൾ ആ കടുവ പിടിയിലായിരിക്കുന്നു. ഇന്ന് ശരിക്കും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആളുകളുടെ പ്രതിഷേധം ഉൾപ്പെടെ രൂപപ്പെട്ടു നിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു.
എന്തായാലും അതിനെല്ലാം തന്നെ ഒരു പരിധിവരെ ഒരു ആശ്വാസം കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഈ വയനാടിനെ സംബന്ധിച്ച് ദൈനംദിനം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആനയായും കടുവയായും പുലിയായും പന്നിയായും കാട്ടുപോത്തായും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഒടുവിൽ കടുവ കൂട്ടായിരിക്കുന്നു. തോൽപ്പെട്ടി 17 എന്ന പേരുള്ള ആ കടുവ ഒടുവിൽ കൂട്ടിലായിരിക്കുന്നു. സാബുവിന്റെ വീട്ടിൽ സ്ഥാപിച്ച ആ കൂട്ടിലാണ് കടുവ ആയിരിക്കുന്നത്. വലിയ ആശ്വാസം ഒരു പരിധിവരെ ആളുകളെ സംബന്ധിച്ച് ഉണ്ട്. ഗോകുൽ, തീർച്ചയായും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏതാണ്ട് വ്യാഴാഴ്ച മുതൽ ഇങ്ങോട്ട് കേണിച്ചിറക്കാരുടെ ഉറക്കം കെടുത്തി അവർ മനസമാധാനം കെടുത്തിയ കടുവയാണ് ഒടുവിൽ ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ വന്ന ദൃശ്യങ്ങൾ അങ്ങേയറ്റം ഭീതമായിരുന്നു. പശുത്തൊഴുത്തിൽ എത്തിയ കടുവയുടെ ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളിൽ തന്നെ കടുവ അവശ നിലയിലാണ്, അല്ലെങ്കിൽ അധികം ആക്റ്റീവ് അല്ലാത്തൊരു കടുവ എന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നാലും ആ പറമ്പിന് തൊട്ടടുത്ത പറമ്പിൽ കിഴക്കേതിൽ സാബു എന്ന ആളുടെ വീട്ടിലെ തൊഴുത്തിലെത്തി അവിടെയും പശുവിനെ ആക്രമിക്കുന്നു. പക്ഷേ തൊട്ടു പിന്നാലെ അവിടെ വനംവകുപ്പ് സ്ഥാപിച്ചിരുന്ന കെണിയിൽ ആ കൂട്ടിൽ ആ കടുവ കുടുങ്ങുന്നു. ഏതായാലും കേണിച്ചിറയിൽ ഭീതി പരത്തിയ കടുവ കൂട്ടിലായിരിക്കുന്നു. ഇനി വനംവകുപ്പ് അതിനെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റും. പരിശോധനകൾക്ക് ശേഷം മറ്റ് കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകും എന്നതാണ് ഇപ്പോൾ സുജിത്ത് നൽകുന്ന വിവരം. ഏതായാലും കേണിച്ചിറക്കാർക്ക് ഇനി ഈ രാത്രി സമാധാനമായി ഉറങ്ങാം.